പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയന അടുക്കളയിൽ നിന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾക്ക് ഇപ്പൊ ഈയിടെയായിട്ട് കുറച്ച് കൂടുന്നുണ്ട്, അതൊന്ന് കുറച്ച് കൊടുക്കണം എന്ന് പറയണേ. ചായ ആയിട്ട് പോകുന്ന നയനയെ നിക്ക് നിക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ. ഹേയ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. നിനക്കെന്താ വിളിച്ച ചെവി കേൾക്കില്ലേ എന്നാണ് കേട്ടോ ചോദിക്കുന്നത് നയനയുടെ അടുത്ത്. എന്താ വല്ല ആടിനെയോ മാടിനെയൊക്കെ വിളിക്കുന്നത് പോലെ ഹേയ് ഹേയ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നെന്താ? എനിക്ക് നല്ലൊരു പേരുണ്ട് നയന, മര്യാദയ്ക്ക് അങ്ങനെ വിളിച്ചോണം. ആർക്ക് എന്ത് മര്യാദ കൊടുത്ത് സംസാരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നീ എനിക്ക് ക്ലാസ് എടുക്കണ്ട. എനിക്ക് കാപ്പി താ എന്ന് പറഞ്ഞിട്ട് സോഫയിൽ ഇരിക്കുകയാണ് കേട്ടോ. എന്താ നീ നോക്കി നിൽക്കുന്നത്? കോഫി താ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കോഫി എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അങ്ങനെ എടുക്കണ്ട എന്നുള്ള രീതിയിൽ മാറ്റി പിടിക്കുന്നുണ്ട് നയന. ഇത് ലൈറ്റ് കോഫിയാണ്, ഇത് ഞാൻ ചെറിയമ്മയ്ക്കും ചെറിയച്ഛനും വേണ്ടിയിട്ട് എടുത്തിട്ട് പോകുന്നതാണ്. അവർക്ക് കൊണ്ടുകൊടുത്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ സ്ട്രോങ് കോഫി ഉണ്ടാക്കി തരാം. നീ എന്താ എന്നെ പഠിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, ചൂടാറുന്നതിന് മുമ്പ് ഇത് കൊണ്ടുപോയി കൊടുക്കണം അതാണെന്ന് പറയണേ. അപ്പോഴാണ് നവ്യ അവിടെ വന്ന് നിൽക്കുന്നത് നയനെ കാണുന്നത്. നിങ്ങൾക്ക് അർജന്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഉണ്ടാക്കി തരാൻ വേണ്ടി പറയണേ. അപ്പോഴേക്കും നവ്യ അരികിലേക്ക് ചെന്നിട്ട് ഞാൻ കോഫി ഉണ്ടാക്കി തരാം അമ്മ എന്ന് പറയാണ് കേട്ടോ. നീ ഉണ്ടാക്കിയ കോഫി ഞാൻ കുടിക്കണോ? നീ നിന്റെ പണി നോക്കി പോടി. അത് കഴിഞ്ഞിട്ട് നയനയുടെ നേരെ കൈ ചൂണ്ടിയിട്ട് ഇപ്പോൾ നീ എനിക്ക് കോഫി ഉണ്ടാക്കിയിട്ട് കൊണ്ടു തരണം. ഈ കോഫി തണുത്തു പോയാലും എനിക്കതൊന്നൊരു വിഷയമല്ല, എനിക്കിപ്പോൾ കിട്ടണം, പോയിട്ട് എടുത്തിട്ട് വാ പ്ലീസ്. നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, ഞാൻ ഇത് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. ഇത് കേട്ട ജലജ, എനിക്കറിയാം നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. ആദർശ് എന്ത് നീ പറഞ്ഞു കഴിഞ്ഞാലും അതിനൊക്കെ തലയാട്ടും എന്നുള്ള കാര്യം എനിക്കറിയാം. ഇവിടെ ഇപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് നിനക്ക് കൂടുതലാണ്, അതിന്റെ അഹങ്കാരമാണ് നിനക്ക്. അതിന്റെ പേരിലാണ് നീ ഇപ്പൊ താണ്ഡവാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നോക്ക്, എനിക്ക് ഒരു അഹങ്കാരവും ഇല്ല. ചെറിയമ്മയ്ക്കും ചെറിയച്ഛനും കോഫി ചൂടാറുന്നതിന് മുമ്പ് കൊണ്ടുപോയിട്ട് കൊടുക്കണം, അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതുപോലും മനസ്സിലാക്കാൻ പറ്റാതെ ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ വാശി പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്താ അർത്ഥമുള്ളത്? ആദ്യം പഠിക്കേണ്ടത് കൂട്ടുകുടുംബത്തിൽ എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റുള്ളവരെ അടിമയാക്കി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കൂട്ടുകുടുംബം നല്ല രീതിയിൽ പോകില്ല. ഇത്രയും പ്രായമായില്ലേ, അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നയന അവിടുന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നവ്യ ജലജയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. കണ്ടില്ലേ അവളുടെ അഹങ്കാരം? അവള് അമ്മയോട് എത്ര മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ടെൻഷൻ ആവൊന്നും വേണ്ട, ഞാൻ അമ്മയ്ക്ക് കോഫി ഉണ്ടാക്കി കൊണ്ടുതരാം എന്ന് പറയുമ്പോൾ പോടി, നീ നിന്റെ പണി നോക്കി പോടി. നവ്യ ജലജയുടെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടി ശ്രമിച്ചതാണ് കേട്ടോ. പക്ഷേ നവ്യക്ക് തന്നെ തിരിച്ച് നല്ല ഇട്ടിന്റെ പണി കിട്ടുകയാണ് ചെയ്യുന്നത്. എന്നെ അപമാനപ്പെടുത്തിയതിന് നിന്നെ ഞാൻ വെറുതെ വിടില്ല, എൻ്റെ പേര് ജലജ എന്നല്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതോടുകൂടിയിട്ടാണ് മറ്റൊരു രംഗം അവസാനിക്കുന്നത്.